ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലായ മിക്സ്ഡ് വെജ് ആണ്. എങ്ങനെയാണ് ഈ മിക്സ്ഡ് വെജ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവയ്ക്കാലോ. മിക്സ്ഡ് വെജ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോളിഫ്ലവർ ആണ്. ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ക്യാരറ്റ് ആണ്. ഞാൻ ഏകദേശം ഒരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞു വെച്ചേക്കുകയാണ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ പകുതി സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മട്ടറാണ്, അതായത് നമ്മുടെ ഗ്രീൻ പീസ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് മിക്സ്ഡ് വെജ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കോളിഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കവും മട്ടറും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞ് ചേർത്താൽ മതിയാകും. കാരണം അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രോസൺ എടുക്കാവുന്നതാണ്. അപ്പോൾ മട്ടറും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതിയാകും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്ന രീതി വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട, വാട്ടർ കണ്ടന്റ് അധികമുള്ള പച്ചക്കറികൾ ചേർക്കാതിരിക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 പിടി മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മിക്സ്ഡ് വെജ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ റൊട്ടിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.